മോളെ 3 മാസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ മോടെ കല്യാണമാ. താണ്ടേ ചെറുക്കൻ്റെ അമ്മാവൻ പറഞ്ഞതേ ചെറുക്കൻ സ്നേഹിച്ച ചങ്ക് പറിച്ചു തരുമോ. അപ്പം ദേഷ്യം വന്ന എന്നെ കൊല്ലുവോ? എന്തോ മോനെ മോള് വല്ലതും പറഞ്ഞോ? വേണ്ട, കല്യാണത്തിന് മുമ്പ് എൻ്റെ ഒരു സംഭവം. ചാളിയാ, നിന്റെ ആ സോഫ്റ്റ്വെയർ ഇല്ലേ മറ്റേ ഹാക്കി, ആ സംഭവം ഇതിൻ്റെ അത്ര ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തോ. മോനെ കല്യാണത്തിന് തന്നെ കൊച്ചിന് ഫോണൊക്കെ മേടിച്ചു കൊടുത്ത് വഷളാക്കല്ലേ. എല്ലാവളുമാരും പറ്റിയ നമ്മളെ എങ്ങനെ മൂഞ്ചിക്കാവോ അതെല്ലാം ഇവളുമാര് ചെയ്യും. എൻ്റെ 10 വർഷത്തെ പ്രണയവ. കല്യാണം എല്ലാം ഉറപ്പിച്ച് മോതിരവും കയറ്റി ഇട്ട് കഴിഞ്ഞപ്പോൾ അവക്ക് പുതിയ പ്രേമം പോയി അവൻ്റെ കൂടെ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്വയമേ ഒഴിഞ്ഞു മാറിപ്പോയേനെ. ഇപ്പൊ ഞാൻ ആരായടാ? ചുമ്മാ ഇങ്ങനെ വെള്ളം അടിച്ച് നിന്റെ ജീവിതം പാഴാക്കാതെ വേറെ എന്തെങ്കിലും കാര്യം നോക്കണം. നീ നിന്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുമല്ലയോ? നീ ആദ്യം അവളടുത്ത് പോയിട്ട് അവൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞു വെച്ചു. ഇല്ലേ നിനക്കും കിട്ടും പണി. അവളിനി ആരുടെയൊക്കെ കൂടെ പോയി കിടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. പോയി നോക്ക്. ഇതുപോലെ നമ്മളും കുറെ പിടിച്ചതാ. എൻ്റെ അവസ്ഥ നിനക്കൊണ്ടാവരുത്, അതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്നെ കൊല്ലാൻ പറഞ്ഞു. എടാ നീ അവള് ഉപേക്ഷിക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഒരു ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ എടാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് എന്തൊക്കെ കിട്ടും? അവര് പോകുന്ന ലൈവ് ലൊക്കേഷൻ, പിന്നെ കുറച്ച് ടെക്സ്റ്റ് മെസ്സേജ്, അതൊക്കെ കിട്ടും. തൽക്കാലം അത് മതി. ഇങ്ങനെ ചെയ്യും. എല്ലാം റെഡി ആയിട്ടുണ്ട്. നീ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനും മെസ്സേജും എല്ലാം തരാം. എടി ഞാൻ വരുന്നില്ല, എൻ്റെ ഏട്ട അറിഞ്ഞ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? എടി ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ സിനിമ കാണാൻ പോകുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുവാങ്കിൽ ഞാൻ നിന്റെ കൂടെ ആന്ന് പറയാമല്ലോ, അതിനു വേണ്ടിയാ. എന്നാലും ചേട്ടൻ എന്നെ സിനിമയ്ക്ക് വിടത്തില്ല. പിന്നെ എനിക്ക് കള്ളം പറയാൻ എനിക്ക് മടി. ഓ ഈയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, കള്ളം പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ മോളെ? എന്നാലും വേണോടി. നമ്മൾ പോകുന്നു. നീ ആ പുള്ളി വിളിക്കുമ്പം തലവേദന, ഫോൺ എടുക്കാൻ പറ്റത്തില്ലെന്നും എല്ലാം പറ. ഹലോ ഏട്ടാ. നീ എവിടാടി? എനിക്ക് ഭയങ്കര തലവേദനയാണ്, ഞാൻ കിടക്കാൻ പോവാ. വയ്യെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പിന്നെ വിളിക്കാം. എടാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ആ പെണ്ണ് വീട്ടിൽ കിടന്നുറങ്ങുമൊന്നുമല്ല, അവൾ സിനിമയ്ക്ക് പോവാട്ടോ. എടാ ബുക്ക് മൈ ഷോയ്ക്കകത്തെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്, അതും കോർണർ സീറ്റ്. എടാ ഇപ്പൊ ലൊക്കേഷൻ കാണിക്കുന്നത് സ്വാതി തിയേറ്റർ നൂറിനാട്. എടാ നീ ഇപ്പം ബാംഗ്ലൂർ എങ്ങാണ്ടല്ലയോ? ഓടിപ്പിടച്ച് വന്നിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അവൻ്റെ വിചാരം എനിക്ക് ലൊക്കേഷനും മെസ്സേജും മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. നീ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനും മെസ്സേജും എല്ലാം തരാം. അല്ല അപ്പൊ എനിക്ക് കിട്ടത്തില്ല ഇതൊന്നും? എടാ എന്റെ ലാപ്പിനകത്തോട്ടോ ഇതെല്ലാം വരുന്നേ, ഞാൻ അയച്ചു തരാം. ഓക്കെ ഓക്കെ, നീ ചെയ്തു തന്നാ മതി. എൻ്റെ ഇരിക്കുന്ന വേറെ സാധനം, A to Z സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. ഇന്നലെ മേടിച്ച ഉടുപ്പന്തി അത് എടുത്തോണ്ട് പോവാ. പച്ചയോ? ആ നീ ഫോൺ മാറ്റ്. എടി ഇത് ചുമ്മാ വെച്ചേക്കുവാ, ഞാൻ എടുക്കുവൊന്നുമല്ല. നീ മാറ്റടി. ചുമ്മാ വെച്ചേക്കുവല്ലേ, നീ ഇട്. ഇടട്ടെ. ഇട്ടോണ്ട് പോവാ. അവളുടെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒന്ന് ആലോചിച്ച് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടും. ഇപ്പൊ എന്താ സൗണ്ട് കേട്ടെ? നീ ഫോൺ എടുത്തോ? അല്ല അത് ചുമ്മാ എടുത്തതാ. ഈ ക്ലിപ്പ് ഇവിടെ സേവ് ആക്കി ഇട്ടേക്കാം, ആവശ്യം വരും. മോളെ കുളിക്കാൻ പോകുമ്പോൾ ഫോണും കൊണ്ടാണോ പോകുന്നത്? അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുളിക്കാൻ പോകുമ്പോഴേ പാട്ടൊക്കെ കേൾക്കണം. ഓ എന്ത് വാടാ ഇത്. അളിയാ കുറച്ച് ലീക്ക്ഡ് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്, പഴയ പേയ്മെന്റ് കൂടുതൽ തരുവാണെങ്കിലേ സാധനം തരാം. ഓക്കെ ആണല്ലേ?
ഇപ്പൊ അയക്കാം. എടി നീ എന്താ പരിപാടിയാ കാണിക്കുന്നേ? എന്തുവാ ടെടി? എടി എന്റെ ഫോണിൽ നീ ഓയോ ബുക്ക് ചെയ്തോ? അതെ എടി, ഞാൻ കെട്ടാൻ പോകുന്നവനെ എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഞാൻ മറ്റേവൻ്റെ കൂടെ പോകുന്നത് ഇവൻ അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്തത്. ഇന്ന് ചെറിയ കള്ളം, നാളെ അതിലും വലിയ കള്ളം. കുറച്ച് അങ്ങോട്ട് പോകും തോറും കള്ളത്തിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നങ്ങ് മലയുടെ അത്രയുള്ളൊരു കള്ളം പറയും, എന്നിട്ടൊറ്റ പൊട്ടും. എടി ഒന്നും സംഭവിക്കത്തില്ല, നീ പേടിക്കണ്ട. വല്ലാത്ത കഷ്ടം കേട്ടോ. അളിയ സ്ഥിരമായിട്ട് അവിടെ റൂം എടുക്കുന്നുണ്ടെന്നാ കാണിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല, ഞാൻ ചോദിക്കാൻ പോവാടാ. ചോദിച്ചിട്ടേ ബാക്കിയുള്ളൂ. എടാ മണ്ടത്തരം ഒന്നും കാണിക്കാതെ, നമുക്ക് ഫുള്ള് തെളിവ് കിട്ടിയിട്ട് ചോദിച്ചാൽ മതി. 10 വർഷം എടുത്ത് എൻ്റെ പെണ്ണ് പറയുന്നത് കള്ളമാണെന്നുള്ളത് തിരിച്ചറിയാൻ. ഊട്ടിയിലെ കൂട്ടുകാരിയുടെ മാത്രമല്ല ഹണിമൂണ്, എൻ്റെ കൊച്ചിൻ്റെയും കൂടെ ഹണിമൂണാ. ബുക്ക് ചെയ്തേക്കുന്ന 2 പേർക്ക്, ഒന്ന് ഷിയാസ് എന്ന് പറഞ്ഞ ഒരുത്തന്. ഇനിയെങ്കിലും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ കൈവിട്ട് പോത്തേ ഉള്ളൂ. കൂട്ടുകാരി പോയപ്പോ കൂട്ടുകാരിയുടെ കൂടെ പോയാന്നാ പറഞ്ഞത്. എടാ മോനെ, എന്നെ തേച്ചിട്ട് പോയ അവളുണ്ടല്ലോ, അവളിപ്പോൾ കാനഡയിലായതുകൊണ്ടാ ജീവനോടിരിക്കുന്നത്. നാട്ടിലെങ്ങാണമായിരുന്നെങ്കിൽ അവളെ ഞാൻ അരിഞ്ഞാനെ. എന്തിനാടാ ഇനി വീണ്ടും വീണ്ടും പോകുന്നത്? ചേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണോ ഇത്? ഇത് തന്നെ ഗ്രൂപ്പിലൊക്കെ വന്നയായിരുന്നു. ഇവൻ കെട്ടാൻ പോകുന്നതാ. ആ ഞാൻ അപ്പോഴേ പറഞ്ഞത് അവള് ശരിയല്ല, അവള് നിന്നെ പണിയും. പോടാ, പോയി എന്തെങ്കിലും ചെയ്യടാ, പോടാ, പോ, പ്രതികാരം ചെയ്. അയ്യോ, സർപ്രൈസ് ആയല്ലോ ഇങ്ങോട്ട് വന്നത്. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചില്ലയോ? കമ്പനിക്ക് ആരെങ്കിലും കൊണ്ടുവരണ്ടായിരുന്നോ? അല്ലെങ്കിൽ ബോറടിക്കത്തില്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? എന്താ അങ്ങനെ ചോദിച്ചതെന്നോ? പൊട്ടാനാന്ന് വിചാരിച്ചു. അല്ല, ഞാനല്ല, അവൾ. പൊട്ടാനോന്ന് വിചാരിച്ചോടി. ആരാടി ബാത്റൂമിൽ? എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം ഇല്ലയോ? എന്നോട് ക്ഷമിക്കണം ഇല്ലയോ? ക്ഷമിച്ചേട്ടാ, ക്ഷമിച്ചു. എടി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹണിമൂണിന് എന്നെ കൂടെ കൊണ്ടുവന്നതിന് ഉദ്ദേശം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തോ ഒരു കള്ളത്തരം ഉണ്ട്. എടി ഈ റൂമേ നിനക്ക് മാത്രമല്ല ബുക്ക് ചെയ്തേക്കുന്നത്, എൻ്റെ എക്സിനൂടാ. എടി, നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ ഹസ്ബൻഡിന്റെ കൂടെ വരുമ്പോ നീ എന്തിനാ ഈ എക്സിനെ ഒക്കെ വിളിച്ചേ? എനിക്കറിയത്തില്ല, എനിക്ക് അവനെ കാണാൻ തോന്നി. എന്തായാലും ഈ റൂമിൽ നീ ഒറ്റയ്ക്കുള്ളല്ലോ, അതുകൊണ്ട്. എനിക്കൊന്നും വയ്യ, ഞാൻ പോവാ. എടി അവൻ കുറച്ച് കഴിഞ്ഞങ്ങ് പൊക്കോളൂ, അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിന്റെ എല്ലാ അഹങ്കാരത്തിനും ഞാൻ കൂടെ വയ്ക്കും, പക്ഷെ ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല. എടി ഇതിനൂടെ നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം. ഇനി ഞാൻ മേലെ ശല്യപ്പെടുത്തത്തില്ല. കൂട്ടുകാരിയായി പോയി. അപ്പം ദേഷ്യം വന്ന എന്നെ കൊല്ലുവോ? ശരിക്കും പറഞ്ഞാലേ ആ പെണ്ണൊരു പാവ, ഇവനൊരു പൊട്ടൻ. ആ പെണ്ണിനെ സംശയിച്ച്